വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. മൂന്നാം ക്ലാസ്സിൻ്റെ മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ കൂട്ടുകാർക്ക് മാത്സ് ആണ് എക്സാം. അപ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയേക്കാം. അപ്പോൾ ആക്ടിവിറ്റി 1 എന്ന് പറയുന്നത് ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് ക്യാഷ് പ്രൈസ് കിട്ടി. അപ്പോൾ 500 രൂപയുടെ ക്യാഷ് പ്രൈസ് ആണ് കിട്ടിയത്. അപ്പോൾ ആ നോട്ട്സ് ഏതൊക്കെ രീതിയിലായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവുക? അപ്പോൾ അതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. അപ്പോൾ നമ്പർ ഓഫ് നോട്ട്സ് 100 രൂപയുടെ എത്ര നോട്ട് ചേർന്നാലാണ് 50 ആവുക? എത്ര നോട്ടാണ്? 5 ആണ്. 5 × 100 ആണ് എത്ര? 500. അങ്ങനെയാണെങ്കിൽ 10ൻ്റെ എത്രയായിരിക്കും? 50 എന്നായിരിക്കും. 50 × 10 ആണ് 500. ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ ഫുള്ള് തന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നാലാമത്തെ 3 ടൈപ്സ് ഓഫ് നോട്ട്സ് ഉണ്ട്. അതായത് 100ൻ്റെ നോട്ടുണ്ട്, 50ൻ്റെ നോട്ടുണ്ട്, 10ൻ്റെ നോട്ടുണ്ട്. അപ്പോൾ 100ൻ്റെ എത്ര നോട്ട്? 3 നോട്ടാക്കിയപ്പോൾ എത്രയായി? 300 ആയി. ഇനി 50ൻ്റെ 2 നോട്ടാക്കിയപ്പോൾ എത്രയായി? 100 ആയി. ഇനി എത്രയും കൂടി വേണം? 100ഉം കൂടെ വേണം. അപ്പോൾ 10ൻ്റെ 10 നോട്ടും കൂടി എടുത്താൽ 100 ആയി. അപ്പോൾ 300 + 100 + 100 എത്രയാണ്? 500 ആയി. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ഒരു ക്രിക്കറ്റ് മാച്ച് നടക്കുന്നുണ്ട്. അതിൻ്റെ ടസ്കർ ക്ലബിൻ്റെ സ്കോഴ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പാന്തർ ക്ലബിൻ്റെ സ്കോഴ്സ് ആണ് 120 റൺസും 92 റൺസും. അങ്ങനെയാണെങ്കിൽ ടസ്കർ ക്ലബ്ബ് എത്ര സ്കോർ ചെയ്തിട്ടുണ്ടാവും? അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇത് 4ഉം കൂടി നമ്മൾ ആഡ് ചെയ്താൽ മതി. 125 + 109 + 75. ഇത് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 125 + 109 + 75. 5 5 10, 10 9 19, ബാക്കി 1 7 8 9 10, ബാക്കി 1 3. എത്രയാണ്? 309. ഇനി how many runs do Panther Club have now? അപ്പോൾ പാന്തർ ക്ലബിന് ഇപ്പോൾ എത്ര റൺസ് ഉണ്ട്? നമ്മൾ എത്ര പറഞ്ഞത്? 120 റണ്ണും പിന്നെ ഒരു 92 റണ്ണും. അപ്പോൾ അത് രണ്ടും കൂടി കൂട്ടിയാൽ എത്ര കിട്ടും? 9 കഴിഞ്ഞാൽ 10, 11, ബാക്കി 1 212 റൺസ്. ഇനി നെക്സ്റ്റ്, how many runs are needed for Panther Club to win the match? പാന്തർ ക്ലബിന് ഇതിൽ ജയിക്കാൻ ഇനി അവർക്ക് എത്ര റൺസ് കൂടെ വേണം? അത് കാണാൻ നമ്മൾ ഇതിൽ നിന്നും ഇത് മൈനസ് ചെയ്താൽ മതി. 309 - 212. അപ്പം ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 9ന് നമ്മൾ എത്ര കുറക്കണം? 9ന് 2 കുറച്ചാൽ 7. ദെൻ ഇവിടെ 0 ആണ്. അപ്പോൾ ഇവിടെ 10 ആവും. ഇവിടെ 2 ആവും. ഇവിടെ ബാക്കി എത്ര വരും? 97 റൺസ് വേണം ജയിക്കാനായിട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു റൈറ്റ് ദ മെഷേഴ്സ് ആണ്. അതായത് ഇത് 2 ടൈംസ് വന്നപ്പോൾ 10 ml ആയി. അങ്ങനെയാണെങ്കിൽ 200 ml 4 ടൈംസ് വന്നാൽ എത്രയായിരിക്കും? 800 ml. ഇനി നെക്സ്റ്റ് 3 ടൈംസ് 1 ലിറ്റർ വന്നാൽ 1 ലിറ്റർ × 3 വന്നാൽ എത്രയാണ്? 3 ലിറ്റർ. ഇനി 4 ടൈംസ് 500 ഗ്രാം. അപ്പോൾ അതായത് 4 × 500 ഗ്രാം എന്ന് പറയുന്നത് എത്രയാണ്? 2000 ഗ്രാം ആണ്. 1 ഗ്രാം എന്ന് പറയുന്നത് 1000 ഗ്രാം എന്ന് പറയുന്നത് 1 കിലോഗ്രാം ആണ്. സോ 2000 ഗ്രാം എന്ന് പറയുന്നത് എത്ര കിലോഗ്രാം ആയിരിക്കും? 2 കിലോഗ്രാം ആയിരിക്കും. ഇനി നെക്സ്റ്റ് ഹൈറ്റും വെയ്റ്റിൻ്റെയും യൂണിറ്റ് എഴുതാനാണ്. ഹൈറ്റ് 128 ആണ്. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? സെൻറ്റിമീറ്റർ ആയിരിക്കും. വെയ്റ്റ് 35 ആണ്. അപ്പോൾ അതെന്തായിരിക്കും? കിലോഗ്രാം ആയിരിക്കും. ഇനി നെക്സ്റ്റ് വെജിറ്റബിൾസിൻ്റെ കൗണ്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പംകിൻ എത്ര ഉണ്ട്? 1 2 3 4 5 6 7 പംകിൻസ് ഉണ്ട്. ദെൻ ടൊമാറ്റോ എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8 ടൊമാറ്റോസ് ഉണ്ട്. ഇനി ലേഡീസ് ഫിംഗർ 1 2 3 4 5 6 7 8 9 10
10 ലേഡീസ് ഫിംഗർ ഉണ്ട്. ഇനി പൊട്ടാറ്റോ എത്ര ഉണ്ട്? 1 2 3 4 5 6 പൊട്ടാറ്റോസ് ഉണ്ട്. ദെൻ അനിയൻസ് എത്ര ഉണ്ട്? 1 2 3 4 5 6 7 ഒനിയൻസ് ഉണ്ട്. ഇനി നെക്സ്റ്റ് അതിൻ്റെ താഴെയുള്ള ചോദ്യം, നെയിം ദ വെജിറ്റബിൾ വിച്ച് ആർ ഇൻ ദ സെയിം ഇൻ നമ്പർ. സെയിം നമ്പർ വരുന്ന വെജിറ്റബിൾസ് ഏതാണ്? ഒനിയനും പംകിങ്ങും. അപ്പോൾ നമുക്ക് എഴുതാം പംകിൻ, ഒനിയൻ. ഇനി റൈറ്റ് എ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ദ ടേബിൾ. ഏത് വെജിറ്റബിൾ ആണ് കൂടുതലുള്ളത്, കുറവുള്ളത്, അങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുക. ഇനി നെക്സ്റ്റ് അജയും മിലനും കൂടിയിട്ട് കാർഡ്സ് കളിക്കുകയാണ്. അപ്പോൾ അവർ 24 കാർഡ്സ് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്കും എത്ര കാർഡ് കിട്ടും? 24 കാർഡ് ഈക്വലായി ഡിവൈഡ് ചെയ്ത ഓരോരുത്തർക്കും എത്ര കാർഡ് കിട്ടും? 24ൻ്റെ പകുതി 12 കാർഡ് കിട്ടും. ഇനി അജയും മിലനുള്ള ഗെയിമിലേക്ക് എന്താണ്? 2 പേര് കൂടെ ജോയിൻ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്ക് എത്ര കാർഡ് കിട്ടും? 24 കാർഡ് ഉണ്ട്. അത് നമ്മൾ എത്ര ആൾക്കായിട്ട് ഡിവൈഡ് ചെയ്യണം? 4 പേർക്കായിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഓരോരുത്തർക്കും എത്ര കാർഡ് കിട്ടും? 6 കാർഡ് കിട്ടും. ഇനി നെക്സ്റ്റ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ 4 ഫ്രണ്ട്സും കൂടെ വന്നു. അപ്പോൾ ഇപ്പോൾ ഉള്ളത് 24 ഫ്രണ്ട്സും 24 കാർഡും ഉണ്ട്, 4 പേരും ഉണ്ട്. കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ എന്താണ്? 4 ഫ്രണ്ട്സും കൂടെ വന്നു, 24 കാർഡും കൂടെ കൂടുതൽ അവർ എടുത്തു. ഓക്കെ, എന്നിട്ട് പുതിയ ഗെയിമിനായിട്ട് അവർ എന്ത് ചെയ്തു? അത് ടോട്ടലായിട്ട് എല്ലാവർക്കും ഈക്വലായി ഷെയർ ചെയ്തു. അപ്പോൾ ഓരോരുത്തർക്കും എത്ര കാർഡ് വീതം കിട്ടും? അപ്പോൾ ഇപ്പോൾ 8 പേരും ഉണ്ട്, 48 കാർഡും ഉണ്ട്. സോ ഓരോരുത്തർക്ക് എത്ര കാർഡ് കിട്ടും? 48 ഡിവൈഡഡ് ബൈ 8 വിച്ച് ഈസ് ഈക്വൽ ടു 6. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ഇനി നെക്സ്റ്റ് ഇതെന്താ? സമയം എഴുതാനാണ്. ഇതെത്രയാണ്? 2 മണിയാണ്. ഇനി 2:15 ആകുമ്പോൾ ചെറിയ സൂചി 2ൻ്റെയും 3ൻ്റെയും ഇടയിലായിട്ട് 2നെ ചേർത്ത് വരയ്ക്കുക, വലിയ സൂചി 6ലേക്ക്. 1:45 ആകുമ്പോൾ എങ്ങനെയാണ്? ഇങ്ങനെ വരയ്ക്കുക. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. തൻവി ബോർഡഡ് എ ട്രെയിൻ ഫ്രം വർക്കല ടു ചെങ്ങന്നൂർ. അപ്പോൾ വർക്കലയിൽ നിന്ന് ചെങ്ങന്നൂർക്ക് പോവാണ്, അങ്കിളുടെ ഹൗസിലേക്ക് വേണ്ടി പോവാണ്. ട്രെയിൻ എത്ര മണിക്കാണ്? 3:30ക്ക്. ട്രെയിൻ തുടങ്ങിയത് 3:30ക്കാണ്. ദെൻ അവിടുന്ന് ഒരു ഹാഫ് അവർ കഴിഞ്ഞപ്പോൾ എവിടെ എത്തി? കൊല്ലത്തെത്തി. 3:30 ഹാഫ് അവർ എന്ന് പറയുമ്പോൾ ഒരു 30 മിനിറ്റും കൂടി കൂട്ടി 4 മണിക്ക് എവിടെ എത്തി? കൊല്ലത്തെത്തി. ദെൻ അവിടുന്ന് 1 അവറും കൂടി കഴിഞ്ഞപ്പോൾ, 1 അവർ എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറും കഴിഞ്ഞ് 5 മണിക്ക് ചെങ്ങന്നൂരെത്തി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ അറൈവൽ ടൈം ഓഫ് ട്രെയിൻ അറ്റ് കൊല്ലം? കൊല്ലത്ത് എത്ര മണിക്കാണ് എത്തിയത്? 4 മണിക്ക്. ചെങ്ങന്നൂർ എത്ര മണിക്ക് എത്തിയത്? 5 മണിക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾക്ക് ചെയ്യാനുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ്. വീഡിയോ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.